ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഇപ്പോഴത്തെ മെയിൻ യൂത്തുകളും അതുപോലെ തന്നെ മെജോറിറ്റി ആൾക്കാരും പോയി പെടുന്ന ഒരു സ്കാം ആയിട്ടുള്ള നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ സ്കാമിലാണ്. അതായത് മിക്കതും ഒരു 3000 രൂപ, 5000 രൂപ, 2000 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന ആൾക്കാർ വാങ്ങിക്കുന്ന സ്മാർട്ട് വാച്ച് വാങ്ങിക്കുന്ന ആൾക്കാരിലാണ് ആക്ച്വലി സ്കാം പോയി പെടുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഫയർ ബോൾട്ട്, നോയ്സ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ലോക്കൽ ഡ്യൂപ്ലിക്കേറ്റ് ചൈനീസ് സാധനങ്ങളൊക്കെ സ്മാർട്ട് വാച്ച് ഇറക്കുന്നുണ്ട്. അതൊന്നും ശരിക്കുള്ള സ്മാർട്ട് വാച്ചുകളല്ല, അത് വേറെ കാര്യം. ഇതിൽ പോയി പെടുന്നത് കുറേ മിക്ക ആൾക്കാരും ഇതേപോലെ ഈ എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു 5000 രൂപയുടെ താഴെയൊക്കെ നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് വേണം, വെറുതെ ഷോ ഓഫിന് കാണിക്കാനുള്ള സ്മാർട്ട് വാച്ച് വേണം. അതും കുറേ പേര് ഈ സാധനങ്ങളൊക്കെ ഹെൽത്ത് പർപ്പസിന് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. നിങ്ങളെ കാശ് വെറുതെ ചുമ്മാ പോയി ഇങ്ങനത്തെ ലോക്കൽ സാധനങ്ങളൊന്നും വെച്ചു, പ്രത്യേകിച്ച് ഈ ഫയർ ബോൾട്ടിന്. ഇപ്പോൾ ബോട്ടിൻ്റെ കാര്യം തന്നെ പറയാം, അവന്മാർ ഇങ്ങനെ തുടങ്ങിയത് തന്നെയാണ്. ഇപ്പോൾ വലിയ വലിയ കമ്പനീസായി, ഇന്ത്യയിലത്തെ വലിയ കമ്പനി ഇപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മേക്ക് ഇൻ ഇന്ത്യ വാച്ചുകളൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൻ്റെ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ വാച്ചാണത്. ഇതിപ്പോൾ അവർ അസംബ്ലിങ് ആണ്, അല്ലാണ്ട് അവർ ഉണ്ടാക്കണമെന്നില്ല. മെയിൻ പാർട്സുകളൊക്കെ ചൈനീസ് തന്നെയാണ്, അത് വേറെ കാര്യം. അറ്റ്ലീസ്റ്റ് സാധനം ഉണ്ടാക്കണമെങ്കിലും ഉണ്ട്, ഇന്ത്യയിൽ അസംബ്ലിങ്ങിലും ചെയ്യുന്നുണ്ട്, അത് തന്നെ പറയാം. പക്ഷെ അവർ പണ്ട് തുടങ്ങിയതും ഇതേപോലെ ഫയർ ബോൾട്ട് പോലെ തന്നെയാണ്. ഇപ്പോൾ വലിയ ഭയങ്കര ലാഭമാണ്. എന്താ വെച്ചാൽ ഒരു പണിയില്ല അവന്മാർക്ക്, ചുമ്മാ അവിടെ നിന്ന് ഇറക്കുക, 1000 രൂപയ്ക്ക് ഇറക്കും, 5000 രൂപയ്ക്ക് ഇവിടെ വിൽക്കും. അതാണ് അവരുടെ സ്ഥിരം പരിപാടി. അങ്ങനെ വൻ ലാഭം കുന്നുകൂടിയിട്ടായിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഫയർ ബോൾട്ടും. അതും ആ കാശ് ഫുള്ള് ഇറക്കുന്നത് ധോണിനെയും വിരാട് കോഹ്ലിനെയൊക്കെ കാശ് കൊടുത്തിട്ട് അവർ പരസ്യം കാണിക്കും, അതിൽ പോയി ആൾക്കാർ വീഴുകയും ചെയ്യും. അവന്മാർക്കും കാശ് കിട്ടും, ഇവർക്കും കാശ് കിട്ടും. ആരൊക്കെ കാശ് പോണത്? കൺസ്യൂമറിന്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ലോക്കൽ കൂതറ സാധനം പോയി വാങ്ങിക്കരുതിട്ട്. അറ്റ്ലീസ്റ്റ് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നോക്കി വാങ്ങിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ സ്മാർട്ട് വാച്ചുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയേഷൻ വരുന്ന ഒരു സംഭവം തന്നെയാണ്, നമ്മുടെ ഫോൺ പോലെ. നിങ്ങൾ എല്ലാ ദിവസവും, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അൾട്രാ 2 ആണ്, ഇപ്പോൾ ആപ്പിളിൻ്റെ. ഇത് ഒറിജിനലാണ്, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കുറേ കാലം ഇപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാ ആൾക്കാരും ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആപ്പിൾ വാച്ച് അൾട്രയാണ്. ഈ സാധനം ഓണാവുന്ന പോലും ഇല്ല, അത് വേറെ കാര്യം. ചൈനീസ് സാധനമാണ്, അത് നിങ്ങൾക്ക് ബാക്ക് നോക്കി അറിയാം. ഇത് വെയിറ്റ് പിടിക്കുമ്പോൾ ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്, അത് കണ്ടറിയാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് നടത്തിലൊന്നും കണ്ട സാധനം മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ സാധനം. ചെറിയൊരു ഇതിനായിട്ടും ലുക്കിലേക്കുള്ള ഒറിജിനൽ 100% ക്ലോണൊക്കെ ഉണ്ട്. ഇത് ചെറിയൊരു സൈസ് ഡിഫറൻസ് ഉണ്ട്, കണ്ടു. അതല്ലാണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ലോക്കൽ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നത്. 1500 രൂപ ഏതൊക്കെ ഇങ്ങനത്തെ ഈ സാധനം മാത്രം വിൽക്കുന്ന കുറെ കടകളൊക്കെ, നോർത്തിലത്തെ കുറെ കടകളൊക്കെ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്തിട്ട് ഏത് നേരം വീഡിയോ പ്രൊമോട്ട് ചെയ്തിടുന്നത്. കുറേ പേര് സാധനം വാങ്ങിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവരിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ സാധനം വരെ നമുക്ക് സേഫ് അല്ല. എല്ലാ ടൈമും എല്ലാ ദിവസവും നമുക്കറിയാം, വാച്ച് നമ്മൾ പറയുന്നത് ചിലപ്പോൾ 12 മണിക്കൂറും 16 മണിക്കൂറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ്. അതും പോരാണ്ട് ഹെൽത്ത് പർപ്പസിനും നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ഇത്രയും ഹൈ ക്വാളിറ്റി ആയിട്ട് ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെ ഒക്കെ വാച്ചുകൾ പോലും നമ്മൾ ഇത്രയും ഒരു ദിവസത്തിൽ 16 മണിക്കൂറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ് അല്ല, റേഡിയേഷൻ വരുന്നുണ്ട്. ഇത് ആപ്പിൾ വാച്ച് തന്നെ നമുക്ക് എന്താ പറയുക, ഇത് നമ്മൾ കെട്ടി നടക്കുമ്പോൾ നമുക്ക് കുറേ ബോഡി നെർവ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതിന് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അത് നമ്മളെ വേരിയേഷൻ വരുത്തുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെ ഡിഫക്റ്റ് നമുക്ക് ഡിഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ സാധനമൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫക്റ്റ് വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാം. ഇതിലൊക്കെ സെൻസേഴ്സൊക്കെ ഏത് കുന്നംകുളത്തുണ്ടാക്കുന്ന, കുന്നംകുളത്ത് പറഞ്ഞാൽ ചൈനീസ് സാധനങ്ങളാണ്, ചൈനീസിലത്തെ ഏതെങ്കിലും കുന്നംകുളത്തുണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ സെൻസറേ ഉണ്ടാവില്ല, ചിലപ്പോൾ LED ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ എത്രയും പൊട്ടായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഫയർ ബോൾട്ടിൻ്റെ ഒക്കെ ഈ പറക്കുന്നത്, എത്ര അവർ ഇറക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ മെയിൻ കമ്പനീസുകളൊന്നും ഇത്രയധികം, ഇപ്പോൾ ഫയർ ബോൾട്ടും ബോട്ടൊക്കെ ഇങ്ങനെ ഒരു മാസത്തില ഒരു 10 മോഡൽസൊക്കെ ലോഞ്ച് ചെയ്യും. ഇവർക്ക് എങ്ങനെ എത്ര ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത്? വാങ്ങിക്കുക, അടിക്കുക, പേരടിക്കുക, വിൽക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ആപ്പിളിൻ്റെ കാര്യം, സാംസങ് കാര്യം കിടത്തൊക്കെ അവർ ചിലപ്പോൾ കൊല്ലത്തിലൊക്കെ ഒരു വാച്ച് ഇറക്കുക. അതുപോലെയാണ് ഇവർ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കുക എങ്ങനെയാണ്. ഇവർക്ക് R&D ഇല്ല, ഒരു വാങ്ങാത്തലും ഇല്ല. R&D എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ചുമ്മാ ഈ കമ്പനികളൊന്നും വലുതാക്കി വിടരുത്. പറയുമ്പോൾ ഇന്ത്യൻ കമ്പനിക്കാണ് അത് പറയുന്നത്, പക്ഷേ ഇവർക്ക് അങ്ങനെ നോട്ടൊന്നുമില്ല. അങ്ങനത്തെ ഇന്ത്യൻസിനെ എന്താ പറയുക, ഹെൽത്ത് വേണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ ഇങ്ങനത്തെ ഉള്ള പരിപാടിയും ചെയ്യുന്നില്ല, വേറെ കാര്യം. പിന്നെ ഒന്നാമത് എന്താ പറയുക, ഇങ്ങനത്തെ ഇന്റർനാഷണൽ ബ്രാൻഡുകളൊന്നും പിടിച്ചു വെക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇതാണ്. അതും ഇങ്ങനെ ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ ഡബിളും ട്രിപ്പിളും സംഭവങ്ങളൊക്കെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഏറ്റവും ചീപ്പ് വാച്ചുകളൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ 2000 രൂപയും 3000 രൂപ വിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫയർ ബോൾട്ടിൻ്റെ അതുപോലത്തെ ഇങ്ങനത്തെ ലോക്കൽ കുതിര ബ്രാൻഡുകളുടെയൊക്കെ 1000 രൂപ തൊട്ട് തന്നെ നമുക്കൊരു 5000 രൂപ 6000 രൂപയൊക്കെ നമുക്ക് വാച്ചുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 1000 രൂപ വിൽക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് കിട്ടുന്നത് 100 രൂപയ്ക്കായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പ്രോഫിറ്റിനാണ് ഇത്രയും എന്താ പറയുക കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെയൊക്കെ ആഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു എന്താ പറയുക സെലിബ്രിറ്റികളൊന്നുമല്ല, 5-6 സെലിബ്രിറ്റിയൊക്കെ വെച്ചിട്ടാണ് ഫയർ ബോൾട്ടൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് അത് മറ്റേ വലിയ ചിലവാക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ക്യാഷാണ്, നിങ്ങൾ എന്താ പറയുക ഹാർഡ് ഏൺഡ് മണി നിങ്ങളുടെ ക്യാഷാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത്
കൊടുക്കുമ്പോൾ നല്ല സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക. ഇതുപോലത്തെ ഫേക്ക് സാധനങ്ങളൊന്നും വാങ്ങിച്ച് അവർക്ക് കാശ് കൂട്ടാണ്ടിരിക്കാൻ, പ്രത്യേകിച്ച് ചൈനയ്ക്ക്. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ പറയുന്ന ഇന്ത്യൻ കമ്പനി ആണെങ്കിലും ചൈനയ്ക്കാണ് മെയിനായിട്ട് കാശ് പോകുന്നത്. അതൊരു വേറെ കാര്യം. അപ്പോൾ ഇതുപോലത്തെ ലോക്കൽ സാധനങ്ങളൊന്നും സപ്പോർട്ട് ചെയ്തിട്ടാ. അതും മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും ഭയങ്കര ബാഡാണ്. പിന്നെ വെറുതെ ലുക്കലൈക്കിനെ മിക്ക ആൾക്കാരും ഇപ്പൊ ഈ ആപ്പിൾ വാച്ചിന്റെ അൾട്രേന്റെയും അതുപോലെ തന്നെ എൻ്റെ സാധാ നോർമൽ ആപ്പിൾ വാച്ച് ഉണ്ട് അതിന്റെ ഒക്കെ കോപ്പിയിൽ ഇവർ ഇഷ്ടംപോലെ ഇറക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കുറെ പേര് വാങ്ങിക്കുന്നത് അവർക്ക് ഷോ ഓഫ് ചെയ്യാനാണ്. അത് കണ്ടിട്ട് തന്നെയാണ് ഇവർ ആ മോഡൽ ഇറക്കുന്നത്, വേറെ കാര്യം. അപ്പോൾ ഇതിലൊന്നും പോയി പെടരുത്. ഇവർ നമ്മുടെ മൈൻഡ് സെറ്റിന്മേൽ കളിച്ചിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ഇതിലൊന്നും പോയി പെടാണ്ട് നല്ല സ്മാർട്ട് വാച്ചുകൾ ഇറക്കുന്ന കമ്പനികളുണ്ട്. മിനിമം നമുക്കൊരു 5000 രൂപ 3500 രൂപ 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്മാർട്ട് വാച്ച് ഇറക്കുന്ന കമ്പനികളാണ് Amazfit എന്ന് പറഞ്ഞ സാധനം. അതും ചൈനീസ് തന്നെയാണ്, പക്ഷേ ഇന്റർനാഷണൽ ചൈനീസ് ബ്രാൻഡാണ്. നമ്മുടെ ഷോയമേക്കും അങ്ങനത്തെ മെയിൻ ബ്രാൻഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് Amazfit എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സെൻസേഴ്സ് ഒക്കെ നല്ല കിടിലൻ. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് Amazfitന്റെ T-Rex2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ബോക്സ് നിങ്ങൾക്ക് ഇരിക്കുന്നത് കാണായിരിക്കും. അപ്പോൾ ഈ കിടിലൻ സ്മാർട്ട് എന്താ പറയുക സെൻസേഴ്സ് ഒക്കെയാണ് സാധനം. ആ സാധനമൊക്കെ എന്നല്ല Amazfit T-Rex2 ഓൾമോസ്റ്റ് ഇപ്പോൾ 2 കൊല്ലമായി. ആ സാധനത്തിന്റെ ഹെൽത്ത് ട്രാക്കിംഗ് ഒക്കെ കിടിലനാണ്. ഓൾമോസ്റ്റ് ഇതിന്റെ ക്വാളിറ്റി വരും 10-80,000 രൂപ സാധനം, അതിന് 15,000 രൂപ സാധനം ഉണ്ടായുള്ളൂ. അത്രയും ക്വാളിറ്റി സാധനത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറേ വർഷമായി ഞാൻ പറയുന്നു. എനിക്ക് ഇഷ്ടം പോലെ ഇതെൻ്റെ മെയിൻ ചാനൽസ് എനിക്ക് വേറെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടം പോലെ ഫയർ ബോൾട്ടിൻ്റെയും ഇത് വീഡിയോ ചെയ്യാൻ പറ്റുന്ന കുറേ ഏജൻസിക്കാരൊക്കെ വിളിച്ച് നോക്കിയാലുള്ളത്. പിന്നെ മെയിൻ എനിക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ഹിന്ദിയിൽ ഇതിൻ്റെ പരിപാടി തന്നെയുള്ളൂ. ഫയർ ബോൾട്ട്, നോയ്സ്, ക്രോസ് ബീറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, കൂത്ര സാധനങ്ങൾ, കൾട്ട്. ഇവരുടെ ഇത് ഇപ്പോൾ ഈ ആപ്പിൾ വാച്ച് അൾട്രയുടെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു മോഡൽ, എല്ലാം ഒരു സ്ഥലത്ത് നിന്ന്. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഈ സാധനം നിങ്ങൾക്ക് സെയിം സാധനം തന്നെ ചൈനീസിൻ്റെ അവൈലബിൾ ആണ്. ഇതന്നെ അവർ വാങ്ങിച്ചിട്ട് അവർ റീബ്രാൻഡിങ് ചെറുതായിട്ട് അവരുടെ സോഫ്റ്റ്വെയറിൽ അവരുടെ ബ്രാൻഡ് നെയിം കിട്ടും. ഇപ്പോൾ ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ലോഗോ വരുന്ന സാധനം നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അതിനൊരു പാടില്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിറക്കിയിട്ട് വിടുകയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഈ സാധനം ഈ എന്താ പറയുക ബോട്ടിൻ്റെയും ആപ്പിളിലേക്ക് ഈ മോഡൽ വരുന്നുണ്ട്. ആ സാധനം ഈ സാധനം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് പോയാൽ നിങ്ങൾ ഈ സാധനം വാങ്ങിക്കുക എന്ന് വെച്ചാൽ അത്രയും കാശ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. ഇത് ഒന്നാമത് ഇത്ര ലാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫയർ ബോട്ടിൻ്റെ ഒന്നും ഇത്ര ലാസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ കുറേ പേർക്ക് എനിക്ക് ഇഷ്ടം പോലെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഫയർ ബോട്ടിൻ്റെ കസ്റ്റമർ കെയർ എങ്ങനെ കോൺടാക്ട് ചെയ്യുക, വാങ്ങിച്ചിട്ട് 3 മാസം ആയിട്ടുള്ളൂ സാധനം അടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ ചാനലിൽ. അപ്പോൾ ഈ സാധനം അതുപോലെ തന്നെയാണ്. ഞാൻ ഇത് ജസ്റ്റ് നമ്മുടെ വീഡിയോ പർപ്പസിന് പരിചയപ്പെടുത്താൻ വേണ്ടി വാങ്ങിച്ചാണ്. എനിക്ക് തോന്നുന്നതിന് 1200 സംതിങ് ആയത്. എന്താ ഒരു ഇന്ത്യൻ വെബ്സൈറ്റ് തന്നെയാണ്, അത് പറയാനൊന്നുമില്ല. അത് ഈ സാധനം ഒരു 2 മാസം ഞാൻ ഉപയോഗിച്ചു. 2 മാസം ഉപയോഗിച്ചെന്ന് വെച്ചാൽ നമ്മൾ ചാർജിങ് സംഭവമൊക്കെ ഞാൻ നോക്കി. അതും വിറ്റതല്ല കേട്ടോ, അത് ഒരു ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞാൽ ചത്തെടുക്കുന്നുണ്ടാവും. അത് മാത്രമല്ല ഇപ്പോൾ ഫുൾ ചത്തെടുക്കുക, ഇപ്പോൾ ചാർജ് ആവേ ഇല്ല, ഓണാവേ ഇല്ല, ഒക്കെ ഫുൾ ചത്തു. പറയുമ്പോൾ വയർലെസ് ചാർജിങ് സംഭവമൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഫേക്ക് സ്മാർട്ട് വാച്ചുകളൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത്. അതിനായിട്ട് നിങ്ങൾ 10-300 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സ്മാർട്ട് ബാൻഡിൽ കിട്ടും. ആ സാധനം തന്നെയാണ് ഇത്. അതിനെ വെറുതെ വാച്ചിനെ രൂപത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചുമ്മാ വെറുതെ കാശ് കളയരുത്, നല്ല സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുക. അത്രേ നമുക്ക് പറയുള്ളൂ. നമ്മൾ ഇന്ന ബ്രാൻഡിൽ നിന്ന് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വാങ്ങിക്കുമ്പോൾ നല്ല സാധനം നിങ്ങളുടെ കാശ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്, അല്ലാണ്ട് അവർ കാശ് തരണമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ സാധനം കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നല്ല സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുക. അത്ര നമുക്ക് പറയുള്ളൂ. ഈ ഫേക്ക് മാർക്കറ്റിങ്ങിലും സെലിബ്രിറ്റിയുടെ മാങ്ങാത്തോലയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇവരുടെ ബോക്സും എല്ലാത്തും ഇവരുടെ പടങ്ങളാണ്. അവരുടെ പ്രൊഡക്ട്സുകളുടെ പടമൊന്നും ആയിരിക്കില്ല അധികം, ഫുള്ള് ഉമ്മാരുടെ പടങ്ങളായിരിക്കും, സെലിബ്രിറ്റികളുടെയും അംബാസഡർമാരെയൊക്കെ. എന്തുകൊണ്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനാണ്. അങ്ങനെ ഇപ്പം നിങ്ങളിപ്പോൾ സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെ പടത്തിലൊക്കെ എല്ലാവരുടെയും പടങ്ങളുണ്ട്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ പടം ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ലോഗോയിൽ ഉണ്ടാവുക. അതാണ് ഡിഫറൻസ്. നിങ്ങൾക്ക് ഒരു 10,000 രൂപയുടെ വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാം. ഇത് നമ്മുടെ ആപ്പിൾ വാച്ച് സാംസങ് വാച്ച് 4 ക്ലാസിക് ആണ് ഈ സാധനം. അത് LTE ഉള്ള മോഡലാണ്. ഇതിനിപ്പോൾ നമുക്ക് 10,000-ന്റെ താഴെ നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഇത് സ്മൂത്ത്ലി വർക്കിംഗ് ആണ്, ഒരു പ്രോബ്ലം ഇല്ല സാധനത്തിന്. ഹെൽത്ത് ട്രാക്കിംഗ് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ലേറ്റസ്റ്റ് OS അപ്ഡേറ്റ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയും വാച്ച് 7 ഇറങ്ങിയ സമയത്ത് അവർ പുതിയ വാച്ച് OS അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഗൂഗിൾ വെയറിൻ്റെ സാധനമാണ്. ഓൾമോസ്റ്റ് ഒരു 1.5 ദിവസം നമുക്ക് ബാറ്ററി ബാക്ക് കിട്ടുന്നുണ്ട്. പുതിയതാണെങ്കിൽ അതിനായിട്ട് കൂടുതൽ കിട്ടും. ഇതാകുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 ദിവസം കിട്ടുന്നുണ്ട് ഒരു ആവറേജ് യൂസിന്. അത് വാച്ച് 4 ആണല്ലോ, നിങ്ങൾക്കറിയാം ഒരു 3-4 കൊല്ലം പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു ലാഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ട്രാക്കിംഗ് കിടിലാണ്. സ്ലീപ്പ് ട്രാക്കിംഗ് ഈ സാധനം ഉണ്ടല്ലോ, കിടിലൻ സാധനമാണ്. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ട് ഞാൻ വളരെ രസം കാണിച്ചിട്ടാം. എനിക്ക് തോന്നുന്നത് ആപ്പിൾ വാച്ച് അൾട്രായിട്ടും സ്ലീപ്പ് ട്രാക്കിംഗ് കിടിലാണ് സാംസങ് വാച്ചിലാണെന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ അടക്കമാരെല്ലാം കാണിച്ചു തരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് സാംസങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ. എനിക്കറിയായിരിക്കും സാംസങ്ങിന് നമ്മുടെ പ്രൊമോഷനൊന്നും ആവശ്യമൊന്നുമില്ല, വേറെ കാര്യം. എന്നാലും വേറെ കാര്യം ഞാൻ നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ Amazfitന്റെ വാച്ചാണ് ഈ സാധനം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത്. ഇതിനും ഇത് ചിലപ്പോൾ ഒരു മാസത്തിന് പ്ലസ് ഒക്കെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഈ സാധനം കിട്ടും. ഇതിൽ ആകെ ഒരു മെയിൻ കോൾ എന്ന് പറയുന്നത് നമുക്കിതിൽ സ്പീക്കർ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കോൾസ് വന്ന് എടുക്കാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രോബ്ലം. എവിടെ സാംസങ് ഹെൽത്ത്
സാംസങ് ഹെൽത്തിൽ ഞാൻ വേറെ സ്ലീപ്പ് ട്രാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ബോഡി കോമ്പോസിഷൻ കാണിക്കും. സ്ട്രെപ്പ് ട്രാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല അക്യുറേറ്റ് ആണ് കേട്ടോ. BPM ആയിക്കോട്ടെ, ഇപ്പോൾ ലേഡീസിനാണെങ്കിൽ സൈക്കിൾ ട്രാക്കിംഗ് ആയിക്കോട്ടെ, ബ്ലഡ് ഓക്സിജൻ ലെവൽ ആയിക്കോട്ടെ. ഞാൻ ആക്ച്വലി എൻ്റെ ഒറിജിനൽ ബ്ലഡ് ഓക്സിജൻ ലെവൽ വെച്ച സാധനം കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്പിൾ വാച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 85 to 95% ഒക്കെ നമുക്ക് ആക്യുറസി വരുന്നുണ്ട് ഈ സാധനത്തിന്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന മോഡലിനാണ് കുറച്ചുകൂടി ആക്യുറസി കൂടുതൽ. അതിൽ സെൻസസ് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വാച്ച് 7 സെൻസസ് നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക മോഡൽസും മാറ്റിയിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആക്കിയിട്ടുണ്ട്. സ്ലീപ്പ് എവിടെ? ഇതിന് മുമ്പ് ഞാൻ സ്ലീപ്പ് ചെയ്ത് എന്താ ഇതിൽ നമ്മുടെ വാച്ചിൽ വന്നേക്കുന്ന ഞാൻ സ്ലീപ്പ് ഉറക്കിയ സമയത്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്ലീപ്പ് ടൈം, ഫിസിക്കൽ റിക്കവറി, റെസ്റ്റ്ഫുൾനെസ്, സ്ലീപ്സിൻ്റെ സ്റ്റേജുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത്. ഞാൻ അതിൽ മാറ്റ് ഫിനിഷ് കൂട്ടിയിട്ടുണ്ട്, കാരണം ഇപ്പോൾ ഗ്ലെയർ വരുന്നില്ല, നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതിൻ്റെ ഗ്രാഫായിട്ട് ബ്ലഡ് ഓക്സിജൻ ഡ്യൂറിങ് സ്ലീപ്പ് കണ്ടു. ഇതൊക്കെയാണ് ഒറിജിനൽ സ്മാർട്ട് വാച്ചുകൾ. ആപ്പിൾ വാച്ചും സാംസങ് തന്നെയാണ് മെയിനായിട്ട് ഒറിജിനൽ സ്മാർട്ട് വാച്ച് ഇറക്കുന്നത്. ഇപ്പോൾ ഫിറ്റ്നസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സാധനം കിടിലാണ്, അമേസ്ഫിറ്റും കിടിലം തന്നെയാണ്. പക്ഷേ ഫുള്ളി സ്മാർട്ട് വാച്ച് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കോളിംഗ് സംഭവങ്ങളൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എന്നാലും കാശിന് വേർത്ത സാധനം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതെന്ന് വെച്ചാൽ ഇഷ്ടം ആൾക്കാരാണ് ഇപ്പോൾ ഈ ഫയർ ബോൾട്ടും ഇങ്ങനത്തെ കൂതറ സാധനമൊക്കെ വാങ്ങിച്ച് കാശ് കളയുന്നത്. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഇഷ്ടം പോലെ ഇപ്പോൾ മെയിനായിട്ടുള്ള ഇപ്പോൾ ഇത് പ്രമോഷൻ എടുക്കാത്ത മെയിനായിട്ടുള്ള കുറേ ഇംഗ്ലീഷ് ചാനൽസും അതുപോലെ തന്നെ ഹിന്ദി ചാനൽസൊക്കെ ഈ സാധനം ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സ്മാർട്ട് വാച്ചിനെ കുറിച്ച്, ഒറിജിനൽ സ്മാർട്ട് വാച്ച് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനത്തെ ഫേക്ക് സാധനം ഒന്നും വാങ്ങിക്കരുത് പറഞ്ഞിട്ട്. അത് ഒരു 90% ഹിന്ദി ചാനൽസും ഇതിൻ്റെ പ്രമോട്ടേഴ്സാണ്, അത് വേറെ കാര്യം. അപ്പോൾ അവരൊന്നും ഇട്ടുണ്ടാവില്ല. മെയിൻ ഞാൻ കുറച്ച് മെയിൻ ഇപ്പോൾ ഗീഗി രഞ്ജിത്തിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് കുറച്ച്, അതുപോലെ വേറെ കുറേ ഇംഗ്ലീഷ് ചാനൽ എനിക്ക് പേര് ഓർമ്മയില്ല, ചില ഹിന്ദി ചാനൽസും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ പ്രൊമോഷൻ ഒന്നും എടുക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല കുറച്ച് ഫിൽറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പറയും നിങ്ങൾക്കത് ഊഹിക്കാവുന്നുള്ളൂ. ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത സംഭവം എന്നുള്ളൂ. 300, 3000 രൂപയ്ക്കും 4000 രൂപയ്ക്കും ഈ ഇവന്മാർക്ക് കാശുണ്ടാക്കി കൊടുക്കാൻ അവരെ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് വെറുതെ കാശുകളാണ് എന്തിനാണ്? ജസ്റ്റ് നിങ്ങൾക്ക് ലുക്കിലേക്ക് മതി എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡയറക്റ്റ് ചൈനീസ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടും. ജസ്റ്റ് വെറുതെ കാണാൻ ലുക്കിന് മാത്രം മതി എന്ന് വെച്ചാൽ അത്. പക്ഷേ ഡെയിലി ഒന്നും കെട്ടി കിടക്കരുത്, എപ്പോഴാണ് വേറെ വല്ല അസുഖം വരുമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കൊല്ലമാണ് നമ്മുടെ മെയിൻ ചാനൽസ് കാണാത്തവർ ഇപ്പോൾ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൺസിഡർ ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യട്ടാ. ബൈ.